ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മന്തി ഉണ്ടാക്കുന്നതാണ്. ബീഫ് മന്തി കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള മല്ലിയിലും ഫ്ലവർ ഓയിലും പിന്നെ നമ്മളുടെ മാഗി കട്ടിങ് കൂടെയാണ് ഞാൻ ഇതിലോട്ട് എടുത്തിട്ടുള്ളത്. 3 മാഗി ക്യൂബാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളെ പച്ചമല്ലി, ഗ്രാമ്പു, പട്ട, പൂവ്, നല്ല ജീരകം, ഇതൊക്കെ വാറ്റൽമുളക്, ഇതെല്ലാം ഞാൻ വറുത്ത് പൊടിച്ചുകൊണ്ടാണ് ഞാൻ ഇതിലോട്ട് മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കുഴക്കണം കേട്ടോ, അന്നേരം നമ്മളെ ആ മല്ലിയിലും മസാലകളൊക്കെ അതിൽ പിടിക്കുള്ളൂ. പിന്നെ ഞാൻ ഉപ്പിട്ട് കൊടുക്കണില്ല. ഉപ്പ് നമ്മളെ മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ടാട്ടോ ഉപ്പിട്ട് കൊടുക്കാത്തത്. പിന്നെ അത്യാവശ്യം എല്ലുള്ള ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലില്ല ബീഫ് ഞാൻ കാണിക്കുന്നില്ല. അത് ഉണ്ടാകുമ്പോൾ നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ കുഴച്ചതിന് ശേഷം നന്നായിട്ട് കുഴച്ചതിന് ശേഷമാണ് ഞാൻ അതിലോട്ട് എല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാൻ കൈ വെച്ച് മാക്സിമം എന്നെ കൊണ്ട് കഴിയുന്നത് വരെ ഞാൻ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് കുക്കറൊന്ന് അടിച്ചു കൊടുത്ത് ഞാൻ 2 വിസിലാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോഴത്തേന് നമ്മൾ റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ റൈസ് ഒന്ന് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ. ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ കുറേ ആയിട്ടുണ്ട് ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊന്ന് ചെയ്യുക എന്ന് കരുതിയ അധികം ഷോർട്സിലാണ് ഞാൻ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെള്ളം അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ബീഫിൽ വെന്ത് വരുമ്പോൾ ഞാൻ അതിലോട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഈ വലിയൊരു പാത്രം ഞാൻ അതിലോട്ടാണ് മാറ്റി കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ മേലെയാണ് നമുക്ക് ദമ്മിടാനുള്ളത്. അപ്പോൾ ഞാൻ അവിടെ വെച്ച് അത്യാവശ്യം ഒന്ന് തിളച്ചതിൻ്റെ ശേഷമാണ് ഈ റൈസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഫുള്ള് റൈസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി അതിൻ്റെ നടുക്ക് ആവി കയറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിക്ക് വേണ്ട കണലും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയായിട്ട് ചെയ്യുന്നത്. ഫ്ലവർ ഓയിൽ ഒഴിച്ച് മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നന്നായിട്ട് തന്നെ നല്ല ടേസ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയൊക്കെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.